ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇനി ഈ +1 ക്ലാസ്സിൻ്റെ അവസാനത്തെ യൂണിറ്റിലേക്ക് പോവാണ്. ഡെസ്റ്റിനി ഓഫ് വിഷ്വൽ ഇമേജസ്. അത് കാര്യമായിട്ട് നമ്മളെ സമൂഹത്തിലെ അഡ്വർടൈസ്മെൻറ്റ്സ്, പരസ്യങ്ങൾ വരുത്തി വെക്കുന്ന മാറ്റങ്ങൾ, പിന്നെ എന്തൊക്കെയാണ് ഇമ്പാക്റ്റുകൾ, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് പരസ്യങ്ങൾ നമ്മളെ ലൈഫിൽ ഉണ്ടാക്കുന്നത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു എസ്സേ ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. എഴുതിയത് ജോൺ ബെർഗർ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ക്രിട്ടിക്, നോവലിസ്റ്റിക്, പെയിൻറ്ററും പോയറ്റൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എസ്സേ ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ എന്താണ് ഇതിലുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് പോകാം. ഓക്കെ. ഇൻ ദ സിറ്റീസ് ഇൻ വിച്ച് വി ലൈ, all of us see hundreds of publicity images every day. No other kind of image confronts us so frequently. In another society in history has there been such a concentration of images, such a destiny of visual messages. നമ്മളിന്ന് ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മൾ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, പരസ്യങ്ങളും അതുപോലെ ഇഷ്ടംപോലെ ഇമേജുകളും അതിൻ്റെ ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സമൂഹത്തിലെ ഹിസ്റ്ററിയിലെ മറ്റൊരു സമൂഹം ഇത്രത്തോളം തെറ്റില്ല, ഇത്തരം ഇമേജുകളെയും പരസ്യങ്ങളെയും കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. One may remember or forget these messages, but briefly one takes them in, and for a moment they stimulates one's imagination by way of their memory or expectations. The publicity image belongs to the moment. We see it as we turn a page, as we turn a corner, as a vehicle passes us. നമ്മൾ ഇത് എവിടെയൊക്കെ കാണുന്നു വെച്ചാൽ, നമ്മൾ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ പോലും അത് നമ്മളെ തേടി ഇങ്ങോട്ട് വരുന്നു എന്നാണ് അദ്ദേഹം ചുരുക്കത്തിൽ പറയുന്നത്. നമ്മൾ ഒരു പേജ് മറിക്കുമ്പോൾ, നമ്മളൊരു ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു വാഹനം നമ്മൾ കടന്നു പോകുമ്പോഴൊക്കെ ഈ ഇമേജുകളും അതുപോലെ ഈ അഡ്വർടൈസ്മെൻറ്റുകളും നമ്മളെ തേടി വരുന്നുണ്ടെന്ന് അദ്ദേഹം പറയണം. ഓർ വി സീ ഇറ്റ് ഓൺ എ ടെലിവിഷൻ സ്ക്രീൻ വൈൽ വെയിറ്റിംഗ് ഫോർ ദ കൊമേഴ്സ്യൽ ബ്രേക്ക് ടു എൻഡ്. നമ്മളൊരു പരസ്യം നമ്മൾ ടി വിയിൽ കാണുന്നുണ്ട്. അപ്പോഴാണ് ഒരു ബ്രേക്ക് വരുമ്പോൾ, അല്ലേ, ഒരു വാർത്ത കാണുമ്പോഴോ അല്ലെങ്കിൽ സംഗതി വാച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് വരുമ്പോഴോ നമ്മളെന്ത് കാണുന്നുണ്ട്, പരസ്യങ്ങൾ കാണുന്നുണ്ട്. ദിസ് ഇമേജസ് ഓൾസോ ബിലോങ് ടു ദ മൊമെൻറ്റ് ഇൻ ദിസ് സെൻസ് ദാറ്റ് ദേ മസ്റ്റ് ബി continually renewed and made up to date, as they never speak of the present. Often they refer to the past and always they speak of the future. പലപ്പോഴും ഇത് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ പരസ്യങ്ങളും, അല്ലേ. അത് പാസ്റ്റിനെ കുറിച്ചാണ് ആദ്യവും പറയുന്നത്, അതേപോലെ ഫ്യൂച്ചറിനെ കുറിച്ചും അത് സംസാരിക്കുന്നുണ്ട്. പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, പ്രസൻറ്റിനെ കുറിച്ച് പറയുന്നില്ല എന്നാണ് പറയുന്നത്. We are now so accustomed to being addressed by the images that we scarcely notice their total impact. A person may notice a particular image of piece of information because it corresponds to some particular interest she has. അപ്പോൾ നമ്മളെപ്പോഴാണ് ഒരു പരസ്യത്തിലേക്ക് നോക്കുക, നമുക്കൊരു കാര്യത്തിൽ പ്രത്യേക താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പരസ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത്. എല്ലാ പരസ്യവും നമ്മൾ ഒരുപോലെ ശ്രദ്ധിക്കാറില്ല, അല്ലേ. അപ്പോൾ നമ്മളിൽ താല്പര്യം ഉണ്ടാക്കുന്ന പരസ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു. ബട്ട് we accept the total system of publicity images as we accept an element of climate. For example, the fact that these images belong to the moment but speak of the future produces a strange effect which has become so familiar that we scarcely notice it. Usually, it is we who pass the image, walking, traveling, turning a page. On the TV screen, it is somewhat different, but even then, we are theoretically the active agent. We can look away, turn down the sound, make some coffee. നമ്മൾ പലപ്പോഴും ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാനും പറ്റും, അല്ലേ. ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാം. ഒരു പക്ഷേ ഒരു ഇമേജിനെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കാം, നടന്നു പോകുമ്പോൾ നമുക്ക് അതിനെ അവോയ്ഡ് ചെയ്യാം. ടി വി സ്ക്രീനിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ സൗണ്ട് കുറച്ചിട്ടോ അല്ലെങ്കിൽ മറ്റു ചാനലിലേക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് അതിനൊക്കെ അവോയ്ഡ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. തിയറിറ്റിക്കലി ദ ആക്റ്റീവ് വെച്ചിന് വി കാൻ ലുക്ക് അവേ, ടേൺ ഡൗൺ ദ സൗണ്ട്, ഇതൊക്കെ മാറ്റിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. യെറ്റ് ഡിസ്പൈറ്റ് ദിസ് വൺ ഹാസ് ദ ഇംപ്രഷൻ ദാറ്റ് പബ്ലിസിറ്റി images are continually passing us like express trains on their way to some distant terminus. We are static, they are dynamic. അങ്ങനെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് തീരെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ മുമ്പിലൂടെ ട്രെയിൻ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മളതിലേക്ക് നോക്കും. എന്നതുപോലെ നമ്മൾ പെട്ടെന്ന് നമ്മളെ കണ്ണിലൂടെ മുന്നേ പറയുന്ന എല്ലാ പരസ്യങ്ങളും നമ്മൾ വേണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. അതായത് ചുരുക്കത്തിൽ നമുക്ക് എത്ര അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും, നമ്മൾ എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളായിട്ടാണ് പരസ്യങ്ങളും അതുപോലെ അത് സംബന്ധിച്ചുള്ള ഇമേജുകളൊക്കെ നമ്മുടെ മുമ്പിലൂടെ ഉള്ളതെന്ന് ഈ എസ്സേയിസ്റ്റ് പറയണം. Publicity is usually explained as and justified as the competitive medium which ultimately benefits the public, the consumer, and the most efficient manufacturers, and thus the national economy. ഇതിൻ്റെ മറ്റൊരു കാര്യം എന്നുള്ളത്, ഇതിനെ കൺസ്യൂമർ സ്വാധീനിക്കാൻ പറ്റും, അതുവഴി നമ്മൾ സാധനം വാങ്ങുന്നതോടുകൂടി
ദേശീയ എക്കണോമിയെ, അതിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ പോലെ ഇത് മാറ്റിമറിക്കുന്നുണ്ട് ഇത്തരം പരസ്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു സർട്ടൻ ഐഡിയാസ് അബൌട്ട് freedom of choice for the purchaser, freedom of enterprise for the manufacturer. The great hoardings and the publicity neons of the cities of capitalism are the immediate visible sign of the free world. Publicity it is thought offers a free choice. അങ്ങനെയൊക്കെയാണെങ്കിലും ഇതിൻ്റെ മറ്റൊരു കാര്യം എന്നുള്ളത് നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് അല്ലേ. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. ഒരുപാട് പരസ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഒരേ വസ്തുവിൻ്റെ തന്നെ വ്യത്യസ്ത അതിൻ്റെ കോൺഫിഗറേഷൻസ്, അതിൻ്റെ മറ്റു പ്രത്യേകതകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയും നമുക്ക് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. ഫ്രീ വേൾഡിനെയാണ് പരസ്യം മുന്നോട്ട് വെക്കുന്നത്. അത് നിയോൺസ്, ചിലപ്പോൾ സിറ്റികളൊക്കെ പോയാൽ എന്തെങ്കിലും വലിയ ഹോർഡിങ്സ് ആയിരിക്കും, വലിയ ബോർഡുകളായിരിക്കും, ചിലപ്പോൾ ലൈറ്റുകൾ കൊണ്ടൊക്കെ ആയിരിക്കും പരസ്യം ഉണ്ടാകുക. എന്തായാലും ഇതൊക്കെ നമ്മൾ ആകർഷിക്കുന്നത് നമുക്കൊരു ഫ്രീ വേൾഡിനെ നൽകുന്നു അദ്ദേഹം പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ഇറ്റ് ഇസ് പബ്ലിസിറ്റി ഓൺ ബ്രാൻഡ് ഓഫ് പ്രൊഡക്റ്റ് ഓൺ ഫേം competes with another, but it is also true that every publicity image confirms and enhances every other. ഓരോ ഇമേജും മറ്റൊന്നിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അല്ലേ, അത് നമ്മൾ താരതമ്യം ചെയ്യാൻ നമുക്ക് ഉതകുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. പബ്ലിസിറ്റി ഈസ് നോട്ട് മിയർലി ആൻ അസംബ്ലി ഓഫ് കമ്പ്യൂട്ടിംഗ് messages. It is a language itself which is always being used to make the same general proposal. Within publicity, choices are offered between this cream and that cream, that car and this car. But publicity is a system only makes a single proposal. മറ്റൊരു കാര്യം, പബ്ലിസിറ്റിക്കുള്ളിൽ എന്താണ് ചോയ്സസ് ഓഫേർഡ്. അപ്പോൾ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഐസ്ക്രീമിൻ്റെ പരസ്യമാണെങ്കിൽ നമ്മളോട് അവിടെ ഒറ്റ ഓഫറേ ഉള്ളൂ, ഒന്നുകിൽ ഈ ഐസ്ക്രീം അല്ലെങ്കിൽ ആ ഐസ്ക്രീം അല്ലേ. അപ്പോൾ അവിടെ പരസ്യം കാണുന്നത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ള പ്രശ്നം കൂടി അതിലുണ്ട്. പിന്നെയോ സിംഗിൾ പ്രപ്പോസലാണ് അല്ലേ. അപ്പോൾ ചിലപ്പം അല്ല ഒരു പരസ്യം നമ്മൾ കാണുമ്പോൾ അത് പറയുന്നത് നിങ്ങൾ ഇത് മാത്രം വാങ്ങിക്കോളൂ, ഇത് മാത്രം വാങ്ങുമ്പോഴേ നിങ്ങൾക്ക് എന്തുണ്ടാകുന്നുള്ളൂ, അതിൻ്റെ ഗുണം ലഭിക്കുകയുള്ളൂ എന്നുള്ള സിംഗിൾ പ്രപ്പോസലും പരസ്യം നമ്മൾ മുമ്പോട്ട് വെക്കുന്നുണ്ട്. It proposes to each of us what we transform ourselves or our lives by buying something more. This more it proposes will make us in some way richer, even though we will the poorer by having spent our money. പറയുന്നത് നിങ്ങൾ ഇത് വാങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറും, നിങ്ങൾ റിച്ച് ആകും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ എന്താണ്, നമ്മളെ പണം ചിലവഴിച്ചുകൊണ്ട് നമ്മൾ പാവപ്പെട്ടവരാകുകയാണ്. ഇത് അദ്ദേഹം പങ്കുവെക്കുകയാണ്. പബ്ലിസിറ്റി persuades us of such a transformation by showing us people who have apparently been transformed and are result enviable. പലപ്പോഴും ഇങ്ങനെ മാറ്റം സംഭവിച്ച ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മുമ്പിലേക്ക് പല ആളുകളും വരും അല്ലേ. അത് വാങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ച ശേഷം ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു വരും. നമ്മൾ അസൂയപ്പെടുത്തുന്ന രീതിയിൽ അവരെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. The state of being envied is what constitutes glamour, and publicity is the process of manufacturing glamour. എന്താ പറയുന്നത്, envied, ഇവരെ അസൂയപ്പെടുത്തുന്ന കാര്യം എന്താണ്, ഗ്ലാമർ ആൻഡ് പബ്ലിസിറ്റി ഇസ് ദ പ്രോസസ്. അതിന് പിന്നിലുള്ള ഗ്ലാമറും പബ്ലിസിറ്റിയൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ മുമ്പിലെത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതെന്ന് പറയാണ്. പബ്ലിസിറ്റി ഈസ് ദ കൾച്ചർ ഓഫ് ദ കൺസ്യൂമർ സൊസൈറ്റി. ഇതെന്താണ്, ഒരു കൺസ്യൂമർ സൊസൈറ്റിയുടെ കൾച്ചറായിട്ട് പബ്ലിസിറ്റി എന്ന് മാറിയിട്ടുണ്ട് അല്ലേ. അത് കൺസ്യൂമർ സൊസൈറ്റിയാണ്, ഉപഭോക്തൃ സമൂഹമാണ് എന്ന് പറഞ്ഞാൽ എല്ലാം എന്ത് കിട്ടിയാലും അത് ഉപയോഗിക്കണം, അതും അതിലേക്ക് മാറണം എന്ന് ചിന്തിക്കുന്ന സമൂഹമാണ് കൺസ്യൂമർ സൊസൈറ്റി. പബ്ലിസിറ്റി കൊണ്ടാണ് ഈ സമൂഹം നിലനിൽക്കുന്നതെന്ന് പറയാണ്. ഇറ്റ് നീഡ്സ് ടു ടേൺ ഇറ്റ്സ് ഓൺ അഡ്വാൻറ്റേജസ് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ഓഫ് ദ ആവറേജ് ബയർ. പലപ്പോഴും നമ്മൾ കടകളിൽ പോയിട്ട് എന്താണ്, പരസ്യം കാണാതെ നമ്മൾ വാങ്ങുന്ന സാധാരണക്കാരായ ആളുകളുണ്ട്. അവർ സാധനം കണ്ടു നോക്കി ഗുണമേന്മ ഉറപ്പുവരുത്തി വാങ്ങുന്ന ആളുകളാണ്. അതൊരു എഡ്യൂക്കേഷനാണ്. What has learned at the school of history, mythology, poetry and can be used in the manufacturing of glamour. Cigars can be sold in the name of king. അപ്പോൾ പക്ഷേ അതേസമയം പരസ്യത്തിൽ എന്തുകൾ വിൽക്കുന്ന ഗ്ലാമറിലൂടെ വിൽക്കുകയാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരു സിഗരറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സിഗരറ്റിൻ്റെ പരസ്യത്തിൽ അവിടെ കൊടുക്കുന്ന ആരുടെ രൂപമാണ്, രാജാവിൻ്റെ രൂപമാണ്. അണ്ടർവെയർ ഇൻ കണക്ഷൻ വിത്ത് ദ സ്പിങ്സ്, എ ന്യൂ കാർ ബൈ റെഫറൻസ് ടു സ്റ്റാറ്റസ് ഓഫ് എ കൺട്രി ഹൗസ്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും നമ്മളെ കൊണ്ട് വാങ്ങിക്കാനുള്ള തന്ത്രങ്ങളാണ്. ഇപ്പോൾ രാജാവിന് പരസ്യം വെച്ചിട്ട് എന്ത് വിൽക്കുന്നു, സിഗരറ്റ് വിൽക്കുന്നു. അപ്പോൾ ആ വലിച്ച രാജാവാകും എന്നുള്ള ബോധം നൽകുകയാണ് പരസ്യത്തിലൂടെ. അവരറിയാതെ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കുന്ന പരസ്യം അല്ല. പിന്നെ സ്പിങ്സിൻ്റെ പരസ്യം കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അണ്ടർവെയർ വിൽക്കുന്നത്. പിന്നെയോ പുതിയ കാർ വിൽക്കുന്ന വീടിന് മുമ്പിൽ നിർത്തിയിട്ട കാറിൻ്റെ അലങ്കാരം കാണിച്ചുകൊണ്ടാണ്. ഇൻ ദ ലാംഗ്വേജ് ഓഫ് ഓയിൽ പെയിൻറ്റിംഗ്, ദിസ് വേർഡ് ഹിസ്റ്റോറിക്കൽ ഓർ പോയറ്റിക് റെഫറൻസ് ആർ ഓൾവേസ് present. The fact that they are emphasized ultimately are meaningless is an advantage. They should not be understandable. They should merely be reminiscent of cultural lessons half learned. Publicity makes all history mythical, but to do effectively it needs a visual language with historical dimensions. ഇവിടെ പറ്റി പറയുന്ന ഒരു കാര്യം, പലപ്പോഴും ഇത് മീനിങ്ലെസ് ആണ് അല്ലേ. അതായത് അർത്ഥമില്ലാത്ത പല കാര്യങ്ങളൊക്കെ അതിൽ പറയാറുണ്ട്. പല പരസ്യങ്ങളും അർത്ഥമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ വാക്ചാരുതയും അതിൻ്റെ
ഇമേജുകളൊക്കെ പലപ്പോഴും നമ്മൾ അതിലേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങൾ കൂടിയാണെന്ന് അദ്ദേഹം പറയണം. പലപ്പോഴും പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാത്ത കാര്യങ്ങളൊക്കെ അതിലുണ്ടാകാം അല്ലേ. പിന്നെന്താണ് മിയർലി റെമിനിസെൻ്റ് ഓഫ് കൾച്ചർ ലെസൺസ് ഹാഫ് ലേൺഡ്, പാതി പഠിച്ച പാഠങ്ങളെ ഉപയോഗിച്ചുകൊണ്ടും അവരെന്തുണ്ടാക്കുന്നുണ്ട്, ഇത്തരം പരസ്യങ്ങൾ നിർമ്മിക്കുന്നുണ്ടെന്ന് പറയണം. പബ്ലിസിറ്റി മേക്സ് ഓൾ ഹിസ്റ്ററി മിത്തിക്കൽ. എന്താണ്, ചരിത്രത്തെ മിത്തിക്കലായിട്ട് എന്താ പറയുക, പുരാണങ്ങളായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വസ്തുക്കളിലേക്ക് മാറ്റുന്നുണ്ട് പരസ്യങ്ങൾ. ബട്ട് ടു ഡു സോ എഫക്റ്റീവ്ലി ഇറ്റ് നീഡ്സ് വിഷ്വൽ ലാംഗ്വേജ് വിത്ത് ഹിസ്റ്റോറിക്കൽ ഡയമെൻഷൻസ്. അപ്പോൾ അതിനെന്ത് വേണം, വിഷ്വൽ ലാംഗ്വേജ് വേണം. നമ്മളെ കേൾക്കുക മാത്രം പോരാ, കാണുകയും കൂടി ചെയ്യുന്നുണ്ട് പരസ്യങ്ങളിലൂടെ. അങ്ങനെ വിഷ്വൽ ഇമേജിലൂടെ പരസ്യങ്ങൾ കൊണ്ട് ഹിസ്റ്ററിയെ, ചരിത്രത്തെ എന്താക്കി മാറ്റുന്നുണ്ട്, മിത്തിക്കലായിട്ട് മാറ്റുന്ന ഏർപ്പാട് കൂടി പരസ്യത്തിലുണ്ടെന്ന് പറയണം. ലാസ്റ്റ്ലി, a technical development has made it easy to translate the language of oil painting into publicity cliches. This was the invention about 15 years ago of cheap color photography. പിന്നെ എന്താണ്, ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് അല്ലേ. എന്താണ്, ട്രാൻസ്ലേറ്റ് ലാംഗ്വേജ് ഓഫ് ഓയിൽ പെയിൻറ്റിംഗ് ഇൻ ടു പബ്ലിസിറ്റി ക്ലീഷേഴ്സ്. ഈ ക്ലീഷേഴ്സ് നമ്മൾ ഉപയോഗിച്ച് പഴകിയ കാര്യങ്ങളാണ്. ഒരേ വാക്ക് കുറേ തവണ ഉപയോഗിച്ച് അത് പഴകിപ്പോകുന്ന പ്രതിഭാസത്തെ നമ്മളെന്ത് പറയാറുള്ളത്, ക്ലീഷേ എന്ന് പറയാറുണ്ട്. CLICHES. അത് ക്ലിച്ച എന്ന് വായിക്കരുത്, ക്ലീഷ എന്നാണ് അതിൻ്റെ ഉച്ചാരണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പബ്ലിസിറ്റി ക്ലീഷകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കുറേ വസ്തുക്കൾ നമ്മൾ കണ്ടത് പഴകിയ രൂപത്തിലേക്ക് മാറുന്നുണ്ട് അല്ലേ. അതാണ് എന്തുപോലെ, ഈസി ടു ട്രാൻസ്ലേറ്റ് ലാംഗ്വേജ് ഓഫ് ഓയിൽ പെയിൻറ്റിങ്. ഓയിൽ പെയിൻറ്റിങ്ങിനെ പബ്ലിസിറ്റി ക്ലീഷയിലേക്ക് മാറ്റുന്ന പോലെയാണ് പലപ്പോഴും ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നത്. ദിസ് വാസ് ദ ഇൻവെൻഷൻ അബൌട്ട് 15 years ago. ഒരു 15 വർഷം മുമ്പുണ്ടായ കണ്ടെത്തലാണിത്, ഓഫ് ചീപ്പ് കളർ ഫോട്ടോഗ്രാഫി. സച്ച് ഫോട്ടോഗ്രാഫി ക്യാൻ റീപ്രൊഡ്യൂസ് ദ കളർ ആൻഡ് ടെക്സ്ചർ ആൻഡ് and tangibility of objects as an oil paint had been able to do before. പണ്ട് ഓയിൽ പെയിൻറ്റ് ചെയ്തിരുന്ന കാര്യം ടെക്സ്ചറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഓയിൽ പെയിൻറ്റ് ഇതിനൊക്കെ മാറ്റിക്കൊണ്ട് വേറെ ഇതിലേക്ക് കൊണ്ടുവരുന്ന രൂപത്തിലാണ് പരസ്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വിഷ്വൽ ഇമേജിനെ കൊണ്ടുവരുന്നത്. ബോത്ത് മീഡിയ യൂസ് സിമിലർ ഹൈലി tactile means to play upon the spectator's sense of acquiring the real thing which the image shows. പലപ്പോഴും നമ്മൾ ഇമേജിൽ കാണുന്ന പിന്നെ എന്താ പറയുക, അതേ ഒരു അനുഭവം നമുക്കുണ്ടാക്കുന്നതിൽ ഇത്തരം മീഡിയകൾക്ക് വലിയ പങ്കുണ്ട്. ഇൻ ബോത്ത് കേസസ് ഈസ് ഫീലിങ്സ് ദാറ്റ് ക്യാൻ ഓൾമോസ്റ്റ് ടച്ച് വാട്ട് ഈസ് ഇൻ ദ ഇമേജ് റിമൈൻസ് ഹിം ഹൗ ഹി മൈറ്റ് ഔട്ട് ഡസ് പൊസസ് ദ റിയൽ തിങ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ കാണുമ്പോൾ തന്നെ ഇത് അധീനപ്പെടുത്തിയാൽ, നമുക്ക് സ്വന്തമാക്കിയാൽ എന്തൊക്കെ നമുക്ക് കിട്ടുമെന്നുള്ളത് ഇമേജിലൂടെയും വിഷ്വലിലൂടെയും നമുക്ക് കാണിച്ചു തരുമ്പോൾ പല ആളുകളും അതിൽ അറിയാതെ വീണ് പോകുന്നുണ്ട് അല്ലേ. അങ്ങനെ നമുക്ക് ഇമേജ് ചെയ്യാനുള്ള സംവിധാനം കൂടിയും വിഷ്വൽ ഇമേജ് രൂപം നമുക്ക് തരുന്നുണ്ടെന്ന് പറയാം. ദ പർപ്പസ് ഓഫ് പബ്ലിസിറ്റി ഈസ് ടു മേക്ക് ദ സ്പെക്ടേറ്റർ മാർജിനലി ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് പ്രസൻറ്റ് വേ ഓഫ് ലൈഫ്. പിന്നെ പബ്ലിസിറ്റി മറ്റൊരു കാര്യം എന്താണ്, സ്പെക്ടേറ്റർ കാഴ്ചക്കാരനാണ്. മാർജിനലി ഡിസാറ്റിസ്ഫൈഡ് വിത്ത് ഹിസ് പ്രസൻറ്റ് വേ ഓഫ് ലൈഫ്. പലപ്പോഴും ഈ പരസ്യം കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ഈ പ്രസൻറ്റ് ജീവിതത്തെ, ഇപ്പോൾ നമ്മൾ നയിക്കുന്ന ജീവിതത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലാതെ പോകുന്നുണ്ട്. അതായത് നമുക്ക് സംതൃപ്തി ഇല്ലാതെ പോകുകയാണ്. അതായത് അതൊക്കെ കിട്ടിയാലേ എൻ്റെ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ എന്ന് തോന്നൽ ആളുകൾക്ക് ഉണ്ടാക്കുന്നത് ഒന്ന് തന്നെയാണ് പബ്ലിസിറ്റിയാണ്, ഈ പരസ്യങ്ങളാണ്. നോട്ട് ജസ്റ്റ് വിത്ത് ദ വേ ഓഫ് ലൈഫ് ഓഫ് സൊസൈറ്റി ബട്ട് വിത്ത് ദി സോൺ വിത്ത് ഇൻ ഇറ്റ്. സമൂഹം എങ്ങനെയെന്നുള്ളതല്ല, എനിക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. പക്ഷേ പലപ്പോഴും ആ ജീവിതത്തെ തീരുമാനിക്കുന്ന ആരാണ്, പരസ്യങ്ങളാണ്. ഇറ്റ് സജസ്റ്റ് ദാറ്റ് ഇഫ് ഹി ബൈസ് വാട്ട് ഇറ്റ് ഈസ് ഓഫറിങ് ഹിസ് ലൈഫ് വിൽ ബിക്കം ബെറ്റർ. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് എന്താ വെച്ചാൽ, ആ പരസ്യത്തിൽ കാണുന്ന വസ്തു വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ജീവിതം ഒന്നുകൂടി നന്നാകുമെന്നുള്ളതാണ്. ഇറ്റ് ഓഫേഴ്സ് ഹിം ആൻ ഇംപ്രൂവ്ഡ് ആൾട്ടർനേറ്റീവ്സ് ടു വാട്ട് ഹി ഈസ്. അദ്ദേഹം വിചാരിക്കുന്നത്, ഈ പരസ്യം കാണുന്ന ആൾ വിചാരിക്കുന്നത്, അത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴുള്ള ജീവിതത്തിൽ നിന്ന് ഒരുപാട് പുരോഗതി എനിക്ക് ഉണ്ടാകുന്നതാണ്. ആൾ പബ്ലിസിറ്റി വർക്ക്സ് അപ്പോൺ ആങ്സൈറ്റി. ദ സം ഓഫ് എവറിത്തിങ് ഈസ് മണി ടു ഗെറ്റ് മണി ഈസ് ടു ഓവർകം ആങ്സൈറ്റി. Alternatively, the anxiety on which publicity plays in the fear that having nothing you will be nothing. അപ്പോൾ ഇവിടെയൊക്കെ നമുക്കൊരു ആങ്സൈറ്റി തരാണ് അല്ലേ. എന്താണ് ആങ്സൈറ്റി? പബ്ലിസിറ്റി വർക്ക് ചെയ്യുന്നതിൻ്റെ മേലാണ്, നമ്മുടെ ആകാംക്ഷ ഉത്കണ്ഠയുടെ പേരിലാണ് ഇതൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്കണ്ഠ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ വാങ്ങാൻ തോന്നാം, അത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാകും എന്നൊക്കെ തോന്നലുണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താണ് അടിസ്ഥാനം എന്നുള്ളത് എന്താണ്? പണമാണ് അല്ലേ. പണം മുട്ടുക എന്നുള്ളതാണ്. അപ്പോൾ പണം കിട്ടുക എന്നുള്ള പിന്നെ വീണ്ടും ആങ്സൈറ്റിയിലേക്ക് പോകുന്ന മറ്റൊരു കാര്യമാണ് പണം ഉണ്ടാക്കുക എന്നുള്ള കാര്യം. അപ്പോൾ എങ്ങനെയായാലും ആങ്സൈറ്റിയാണ് ഇതിലേക്ക് നയിക്കുന്നതെന്ന് പറയാണ്. ആൾട്ടർനേറ്റീവ്ലി ഇതിന് മറ്റൊരു കാര്യം എന്താണ്? ആൾട്ടർനേറ്റീവ്ലി ദ ആങ്സൈറ്റി ഓൺ വിച്ച് പബ്ലിസിറ്റി പ്ലേസ് ഇൻ ദ ഫിയർ ദാറ്റ് ഹാവിങ് നത്തിങ് യു വിൽ ബി നത്തിങ്. അപ്പോൾ മറ്റൊരു കാര്യം നമ്മോട് പറയുന്നത്, ഒന്നുമില്ല എന്നതിൻ്റെ അർത്ഥം നിങ്ങളൊന്നുമല്ല എന്നുള്ളതാണ് അല്ലേ. നിങ്ങൾക്കൊന്നും ലൈഫിൽ കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾക്കൊന്നും ലൈഫിൽ വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നുമല്ല എന്ന് തോന്നുന്നത് നമ്മൾ ഉണ്ടാക്കുന്നത് പരസ്യങ്ങളാണ്. മണി ഈസ് ലൈഫ്, നോട്ട് ഇൻ ദ സെൻസ് ദാറ്റ് വിതൗട്ട് മണി ഈസ് യു സ്റ്റാർവ്, not in the sense that capital gives one class power over the entire lives of another class, but in the sense that money is the token of and the key to every human capacity. ഇവിടെ പറയുന്നത് ജീവിതം മണീസ് ലൈഫ് അല്ലേ. ഇപ്പോൾ പണമാണ് ജീവിതം.
ഏതർത്ഥത്തിലല്ല? മണിയില്ലെങ്കിൽ കാശില്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന അർത്ഥത്തിലല്ല. പട്ടിണി കിടക്കാൻ നിങ്ങൾക്ക് കാശില്ലെങ്കിൽ പണം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ പലപ്പോഴും പട്ടിണി കിടക്കുന്ന പേടിയുള്ള ആളുകൾക്കുള്ളത് ആളുകൾ വിചാരിക്കുന്നത് എന്താണ്, അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്താണ് പാവപ്പെട്ടവനാണ്, അപ്പോൾ അതിന് എനിക്ക് പണം വേണം എന്നുള്ള ചിന്തയാണ് ആളുകളിൽ ഇത്തരം പരസ്യങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്, അല്ലേ? ടോക്കൺ ഓഫ് ആൻഡ് ദ കീ ടു എവറി ഹ്യൂമൻ കപ്പാസിറ്റി. ദ പവർ ടു സ്പെൻഡ് മണി ഈസ് ടു ദ പവർ ടു ലിവ്. നിങ്ങൾക്ക് എത്രത്തോളം പണം ചിലവഴിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് സമൂഹത്തിൽ പവർ ഉണ്ടാകുന്നു എന്നുള്ള ചിന്ത ഉണ്ടാക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു ദ ലെജൻഡ്സ് ഓഫ് പബ്ലിസിറ്റി, ദോസ് ഹു ലാക്ക് ദ പവർ ടു സ്പെൻഡ് മണി ബിക്കം ലിറ്ററലി ഫേസ്ലെസ്, ദോസ് ഹു ഹാവ് ദ പവർ ബിക്കം ലവബിൾ. ചരിത്രം പറയുന്നത് തന്നെ എന്താണ്? ലെജൻഡ്സ് ഓഫ് പബ്ലിസിറ്റി. ഈ പബ്ലിസിറ്റിയുടെ ലെജൻഡ്സ്, ഇതിഹാസങ്ങൾ പറയുന്നത് തന്നെ പവറില്ലാത്തതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പണം ചിലവഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ടു സ്പെൻഡ് മണി ബിക്കം ലിറ്ററലി ഫേസ്ലെസ്, ആളെ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ദോസ് ഹു ഹാവ് ദ പവർ, പവറുള്ളവരോ ബിക്കം ലവബിൾ, ആരാകുന്നു? സ്നേഹിക്കാൻ അർഹതയുള്ളവരാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വശം. സെക്ഷുവാലിറ്റി ഈസ് ഇൻക്രീസിംഗ്ലി യൂസ്ഡ് ടു സെൽ എനി പ്രൊഡക്റ്റ് ഓഫ് സർവീസ്. പിന്നെ മറ്റൊന്ന് പറയുന്നത് ലൈംഗികതയും ഒരുപാട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഈ ഇത്തരം വിൽപ്പനയിൽ എന്നാണ് പറയുന്നത്. ബട്ട് ദി സെക്ഷുവാലിറ്റി ഈസ് നെവർ ഫീ in itself is a symbol of something presumed to be larger than it, the good life in which you can buy whatever you want. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏറ്റവും നല്ല ജീവിതം എന്നുള്ളത് ഏറ്റവും നന്നായി നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന വസ്തുക്കളെ നിങ്ങൾക്ക് കിട്ടുമ്പോഴാണ് ഏറ്റവും നല്ല ജീവിതം ഉണ്ടാകുന്നതെന്ന് പരസ്യം നമ്മോട് പറയുന്നുണ്ട്. ഇഫ് യു ആർ ഏബിൾ ടു ബൈ ദിസ് പ്രൊഡക്റ്റ് യു വിൽ ബി ലവബിൾ. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള ആളായി മാറും. ഇഫ് യു കനോട്ട് ബൈ ഇറ്റ്, നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിലോ യു വിൽ ബി ലെസ് ലവബിൾ, നിങ്ങൾ ആരും അത്ര ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. പ്രിൻസിപ്പലി അഡ്രസ്ഡ് ടു ദ വർക്കിംഗ് ക്ലാസ് ടെൻസ് ടു പ്രോമിസ് എ പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ത്രൂ ദ ഫംഗ്ഷൻ ഓഫ് ദ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഓഫ് ഈസ് സെല്ലിംഗ്. സിൻഡ്രല്ല മിഡിൽ ക്ലാസ് പബ്ലിസിറ്റി പ്രോമിസസ് എ ട്രാൻസ്ഫോർമേഷൻ റിലേഷൻഷിപ്പ് ത്രൂ എ. അപ്പോൾ എന്താ പറഞ്ഞത്? പ്രിൻസിപ്പലി ടു ദ വർക്കിംഗ് ക്ലാസ്, ഈ വർക്കിംഗ് ക്ലാസ്സിനോട്, അതായത് തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകളോട് എന്താണ് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ പ്രോമിസ് ചെയ്യണം. നിങ്ങൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ തന്നെ പേഴ്സണലായിട്ട് മാറുമെന്നുള്ളതാണ് ഇത് കൊടുക്കുന്ന മറ്റൊന്ന്, അല്ലേ? ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നുണ്ട് സിൻഡ്രല്ല. അപ്പോൾ മിഡിൽ ക്ലാസ്സിനോടോ എന്താ പറയുന്നത്? ട്രാൻസ്ഫോർമേഷൻ റിലേഷൻഷിപ്പ്. അപ്പോൾ വർക്കിംഗ് ക്ലാസ്സിനോട് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ ജീവിതം മാറുമെന്നാണ്. എന്നാൽ മിഡിൽ ക്ലാസ്സിനോട് പറയുന്നതാണ് ത്രൂ എ ജനറൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റഡ് ടു ആൻ എൻസിമ്പിൾ പ്രൊഡക്ട്സ്. നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് മാറുമെന്നാണ് ആരോട് പറയുന്നത്? നമ്മുടെ മിഡിൽ ക്ലാസ്സിനോട് പറയുന്നത്. അപ്പോൾ ഓരോരുത്തർക്ക് അനുസൃതമായിട്ടുള്ള പരസ്യങ്ങളാണ് വിപണിയിലുള്ളതെന്ന് പറയണം. ഇനോമസ് ഇൻഫ്ലുവൻസ് ഇസ് എക്സേർട്ടഡ് ബൈ പബ്ലിസിറ്റി ആസ് ഇറ്റ് ഈസ് പൊളിറ്റിക്കൽ ഫിനോമിനൻ ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ്, ബട്ട് its offer is as narrow as its reference are wide. ഇവിടെ പലപ്പോഴും എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഇനോമസ് ഇൻഫ്ലുവൻസ് ആണ്, ഒരു വലിയ ഒരു സ്വാധീനം ഇതിലൊക്കെ പബ്ലിസിറ്റിയിൽ ആളുകൾ വീണു പോകുന്നുണ്ട്, സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് പറയുകയാണ്. ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് പലപ്പോഴും എന്താണ്? ഓഫർ ഈസ് നാരോ ആസ് ഇറ്റ്സ് റെഫറൻസ് ആർ വൈഡ്. അതിൻ്റെ ഓഫറുകളൊക്കെ ചെറിയ കാര്യങ്ങളാണ് ഓഫർ ചെയ്യുന്നതെങ്കിലും നമുക്ക് കിട്ടാൻ പോകുന്ന വലിയ കാര്യങ്ങളാണെന്നുള്ള അതിൽ പറയുന്നത്. ഇറ്റ് റെക്കഗ്നൈസ് നത്തിങ് എക്സെപ്റ്റ് ദ പവർ ടു അക്വയർ ഓൾ human facilities faculties or needs are made subsidiary to this power. All hopes are gathered together, made homogeneous, simplified so that they become the intense, vague, magical, repeatable promise offered in every purchase. അപ്പോൾ നിങ്ങളിത് വാങ്ങിക്കഴിഞ്ഞാൽ, അല്ലേ, എന്താ പറയുന്നത്? സബ്സിഡി ദിസ് പവർ, നിങ്ങളുടെ സമൂഹത്തിലെ എന്താ പറയുക സ്ഥാനം തന്നെ മാറും എന്നുള്ളതാണ്. പിന്നെ ഇതിന് പകരം വെക്കാൻ മറ്റൊന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്നെന്താ പറഞ്ഞത്? നിങ്ങൾ ഇതിലൊക്കെ ഒരുമിച്ച് നിങ്ങൾ പ്രതീക്ഷ ഇതിലർപ്പിച്ച് കഴിഞ്ഞാൽ എന്താകും? നിങ്ങൾക്കൊരിക്കലും വേഗ്, അല്ലേ, ദ ഇൻറ്റൻസ് വേഗ് മാജിക്കൽ ലെറ്റ് റിപ്പീറ്റബിൾ പ്രോമിസ് ഓഫേഡ് ഇൻ എവറി പർച്ചേസ്. അപ്പോൾ നിങ്ങൾ ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് വാങ്ങാനുള്ള പ്രേരണ നൽകുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും? ഒന്ന് എടുത്താൽ ഒന്ന് ഫ്രീ എന്നുള്ള രൂപത്തിൽ, അല്ലേ, അല്ലെങ്കിൽ ഇത് വാങ്ങുമ്പോൾ രണ്ടാമത്തെ വാങ്ങി കഴിയുമ്പോൾ എത്ര രൂപ ഫ്രീ എന്നുള്ള രൂപത്തിൽ, അങ്ങനെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ മറ്റൊന്നിലേക്ക് നിങ്ങളെ ആകർഷിക്കുന്ന രൂപത്തിൽ കൂടിയാണ് ഇപ്പോൾ ഉള്ള പരസ്യങ്ങൾ. അദ്ദേഹം പറയാണ്, നോ അതർ കൈൻഡ് ഓഫ് ഹോപ്പ് ഓർ സാറ്റിസ്ഫാക്ഷൻ ഓർ pleasure can any longer be envisaged within the culture of capitalism. അപ്പോൾ ഇതൊന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമില്ല, നിങ്ങൾക്ക് സംതൃപ്തിയില്ല എന്നുള്ളത് കൂടി അവരെന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണ്? വിത്തിൻ ദ കൾച്ചർ ഓഫ് ക്യാപിറ്റലിസം. ഈ മൂലധന അധിഷ്ഠിതമായിട്ടുള്ള സൊസൈറ്റിയിൽ ഇങ്ങനെയൊക്കെയുള്ള രൂപമാറ്റങ്ങളെയാണ് ഇവർ കൊണ്ടുവരുന്നതെന്ന് കൂടി ഇയാൾ പറയാണ്. പബ്ലിസിറ്റി ഈസ് ദ ലൈഫ് ഓഫ് ദിസ് കൾച്ചർ ഇൻ സോ ഫാർ ആസ് വിതൗട്ട് പബ്ലിസിറ്റി ക്യാപിറ്റലിസം കുഡ് നോട്ട് സർവൈവ് ആൻഡ് അറ്റ് ദ സെയിം ടൈം പബ്ലിസിറ്റി ഈസ് ഇറ്റ്സ് ഡ്രീം. മറ്റൊന്ന്, പബ്ലിസിറ്റി ഈസ് ദ ലൈഫ് ഓഫ് ദിസ് കൾച്ചർ. അപ്പോൾ പബ്ലിസിറ്റി ഇല്ലെങ്കിൽ ജീവിതത്തിൽ അർത്ഥമില്ല. അതായത് കൾച്ചറിനെ തന്നെ സ്വാധീനിക്കുന്ന എന്താണ്?
പബ്ലിസിറ്റിയാണ്. അപ്പോൾ കൾച്ചർ എന്നുള്ളത് ഈസ് ദ ലൈഫ്, ജീവിതമാണ്. പബ്ലിസിറ്റിയുടെ ജീവിതം എന്നുള്ളത് കൾച്ചറാണ്. ഇൻ സോ ഫാർ ആസ് വിത്തൗട്ട് പബ്ലിസിറ്റി ക്യാപിറ്റലിസം കുഡ് നോട്ട് സർവൈവ്. ഇപ്പോൾ പബ്ലിസിറ്റി ഇല്ലെങ്കിൽ എന്താണ് ഈ ക്യാപിറ്റലിസം ഒരിക്കലും ചെയ്യാൻ കഴിയില്ല, സർവൈവ്, അതിന് അതിജീവിക്കാൻ കഴിയില്ല എന്നുള്ള. ആൻഡ് അറ്റ് ദ സെയിം ടൈം പബ്ലിസിറ്റി ഇസ് സ്ട്രീം. പബ്ലിസിറ്റിയിലൂടെയാണ് നിങ്ങൾ സ്വപ്നം കാണാൻ പഠിപ്പിച്ചുകൊണ്ട് സ്വപ്നത്തെ നിങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ ഇതൊക്കെ വാങ്ങണമെന്നുള്ളത് നിങ്ങളെ പബ്ലിസിറ്റിയോടെ നിങ്ങൾ പഠിപ്പിക്കുന്നത്. ക്യാപിറ്റലിസം സർവൈവ്സ് by forcing the majority whom exploits to define their own interest as narrowly as possible. ഏറ്റവും ലളിതമായിട്ടാണ്, ഏറ്റവും ചെറിയ രീതിയിലാണ് പബ്ലിസിറ്റി നമ്മളെ സ്വാധീനിക്കുന്നെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ വലുതാണ് സമൂഹത്തിലെന്ന് അദ്ദേഹം പറയാണ്, അല്ലേ? സ്വാധീനിക്കുക മാത്രമല്ല, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ചൂഷണം ചെയ്യുന്നുണ്ട്. ഏതാ ഈ ക്യാപിറ്റലിസം? മെജോറിറ്റിയെ ചൂഷണം ചെയ്യുന്നുണ്ട്, എന്നിട്ട് അതിൻ്റെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദിസ് വാട്ട്സ് അച്ചീവ്ഡ് ബൈ ദ എക്സ്റ്റൻസീവ് deprivation. Today, the developed countries, it's being achieved by imposing a false standard of what is and what is not desirable. ഇപ്പോൾ ഇന്ന് സമൂഹത്തിൽ കാണപ്പെടുന്ന കാര്യം എന്നുള്ളത് എന്താണ്? അച്ചീവ്ഡ് ബൈ ഇമ്പോസിങ് എ ഫാൾസ് സ്റ്റാൻഡേർഡ്. ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വലിയ സ്റ്റാൻഡേർഡിലെത്തും, ഇല്ലെങ്കിൽ നിങ്ങൾ താഴ്ന്ന സ്റ്റാൻഡേർഡുകാരനാണ് എന്നുള്ള ഒരു നോഷനും കൂടിയും ഈ സമൂഹത്തിൽ ഇത് അടിച്ചേൽപ്പിക്കുന്നുണ്ട് പബ്ലിസിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തൻ്റെ എസ്സേ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ആകത്തുക. ഞാൻ വളരെ വേഗത്തിലെടുത്തതാണ്, സംഗതി മനസ്സിലാകാൻ വേണ്ടി മാത്രം. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ പിന്നീട് ഇതിൽ വന്നുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ക്ലാസ്.